ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മീൻമുട്ടി വാട്ടർഫാൾസ്, വയനാട്ടിലെ പേര് കേട്ട വെള്ളച്ചാട്ടമാണ് ഇത്. അപ്പോൾ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ എത്തിയ സ്ഥലത്തിൻ്റെ പേര് മക്കിയാട് എന്നാണ്. വയനാട് ചുരം കയറി 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിലെത്തും, മക്കിയാട് ജംഗ്ഷൻ. അവിടുന്ന് റൈറ്റിലേക്കാണ് ഈ റോഡ് കാണുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് ഈ വാട്ടർഫാൾസിലേക്കാണ്. വാട്ടർഫാൾസിലേക്ക് എത്തുന്നതിന് മുന്നേ കാണുന്ന കാഴ്ചകൾ, ഒരു തേയിലത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു മല മുഴുവൻ കണ്ടില്ലേ, എന്താ മനോഹരമായ സ്ഥലം. തേയിലത്തോട്ടം തന്നെ ഗംഭീരമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് ഇനിയും ഒരു 1.5 കിലോമീറ്റർ പോയാൽ നമ്മളെ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തും. പിന്നെ കോഴിക്കോട് നിന്ന് വരുന്നവർക്ക്, കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് ഏകദേശം 75 കിലോമീറ്റർ ഉണ്ട്. 75 കിലോമീറ്റർ കുറ്റ്യാടി ചുരം കയറിയിട്ടാണ് വരേണ്ടത് ഈ സ്ഥലത്തേക്ക്, ഈ വാട്ടർഫാൾസിലേക്ക്. ഈ കാണുന്നതാണ് ഫോറസ്റ്റിൻ്റെതാണ് ഈ വാട്ടർഫാൾസ്. ഇവിടെ വന്ന് ഇവിടെ നിന്നാണ് മീൻമുട്ടിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് ഒരു ടിക്കറ്റ് 40 രൂപയാണ്. അങ്ങനെ കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇനി നേരെ താഴോട്ടാണ് പോകുന്നത്. ഇവിടെ വേറെ ഒന്നുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ നിരോധിച്ച മേഖലയാണ്. അപ്പോൾ ബോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചതിന് ശേഷം തിരിച്ച് ഇവിടെ കൊണ്ടുവരണം. അവിടെ നിക്ഷേപിക്കാൻ പറ്റില്ല, സ്ട്രിക്റ്റ് ഓർഡറാണ് ഇവിടെ. നേരെ താഴത്തോട്ട് നടന്നു പോവുകയാണ്. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഈ റൈറ്റ് സൈഡ് കാണുന്ന ചിൽഡ്രൻസ് പാർക്ക്. നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്. ഇവിടുന്ന് ഒരു 50 മീറ്റർ ഉണ്ട് വാട്ടർഫാൾസിലേക്ക്. ശ്രദ്ധിച്ചിറങ്ങി പോകണം, സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചിറങ്ങി പോകണം. അങ്ങനെ ഏകദേശം നമ്മൾ എത്താറായി. ടൂറിസ്റ്റുകൾ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ ഏകദേശം എത്താറായി. കാണുന്നതാണ് കണ്ട ഈ വെള്ളച്ചാട്ടങ്ങളിലെ. ഇത് മഴക്കാലത്ത് വൻ ശക്തിയിലാണ് വരുന്നത് ഇവിടെ. നമുക്ക് കുളിക്കുക. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുളിച്ച് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.